കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കണമെന്ന് വാശി പിടിച്ച് റാന്നി പോലീസ് സ്റ്റേഷനിൽ ശശികല ടീച്ചറുടെ സത്യാഗ്രഹം നോക്കാമെന്ന് തിരുവല്ല ഡിവൈഎസ്പി. പറ്റില്ലെന്ന് സർക്കാരും പറഞ്ഞതോടെ ആകെ പുലിവാല് പിടിച്ചിടിക്കുകയാണ് റാന്നി പോലീസ്. ശശികല ടീച്ചറെ വിട്ടയക്കുന്നതുവരെ ഹർത്താൽ തുടരുമെന്ന് BJPയും വ്യക്തമാക്കി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയെ കസ്റ്റഡിയിലെടുത്തതാണ് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയത്. ഇന്നലെ രാത്രി മരക്കൂട്ടത്ത് നിന്ന് കരുതൽ തടങ്കലിലാക്കിയ ശശികലയെ റാന്നി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞത്. തന്നെ പിടികൂടിയത് എവിടെയാണോ അവിടെ തന്നെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് ജലപാനം പോലുമില്ലാതെ ശശികല സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഇതിനു പിന്നാലെ ശശികലയെ റാന്നി സ്റ്റേഷനിൽ എത്തിച്ചെന്ന വാർത്ത അറിഞ്ഞ് സ്റ്റേഷൻ വളഞ്ഞ് നാമജപ പ്രതിഷേധം നടത്തുകയാണ് ഭക്തർ. നിലവിൽ 1000-ലധികം പേർ സ്റ്റേഷന് ചുറ്റുമായുണ്ട്. ഇതിലേറെയും സ്ത്രീകളാണെന്നതാണ് ശ്രദ്ധേയം. സ്റ്റേഷനുള്ളിൽ ശശികലയുമായി സമവായ ചർച്ച തുടരുകയാണ് പോലീസ്. ഇന്നലെ വൈകിട്ട് പമ്പ, മരക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് ശശികല അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP സുധീർ, ശബരിമല ആചാരണ സംരക്ഷണ സമിതി കൺവീനർ G പൃഥ്വിപാൽ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതിനു വേണ്ടിയാണ് റാന്നി സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. ശശികലയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഹിന്ദു സംഘടനകൾ സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ ശശികലയെ റാന്നി സ്റ്റേഷനിൽ എത്തിച്ചുവെന്നറിഞ്ഞ് നൂറുകണക്കിന് ഭക്തരാണ് സ്റ്റേഷന് മുന്നിൽ എത്തിയത്. രാവിലെ തുടങ്ങിയ ഹർത്താൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ശശികല ടീച്ചറെ എങ്ങനെ കോടതിയിൽ ഹാജരാക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പോലീസ്. ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിയമം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.